ഇതിന്റെ വീഡിയോ അറിയാം ഫോട്ടോ
പൂവ് ഒരു പൂവ് ദക്ഷിണ ഇപ്പൊ നമ്മൾ 8 ദിവസം കാപ്പുകെട്ടി കുടിയിരുത്തി തോറ്റമ്പാട്ടുത്സവം പൂർത്തീകരിക്കുന്നു. കാപ്പഴിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം ദേവിയുടെ എങ്ങനെയാണ് നിമിത്തം എന്ന് വെച്ചാൽ ദൈവചൈതന്യം എങ്ങനെയാണ് ആ പാട്ടിനെ സംബന്ധിച്ചും ആ ദിവസങ്ങളിലുണ്ടായത് എന്ന് നാളികേരത്തിലൊരു രാശി നോക്കി പറയുന്ന ഒരു സമ്പ്രദായം പോലെ നാളികേരത്തിന്റെ ഉടവ് പരിപൂർണ്ണ തൃപ്തിയാണ്. നമ്മൾ ഉടവ് നോക്കുന്ന മുറി, അതാണ് ദേവിയെ സങ്കല്പിച്ച് നമ്മൾ ചെയ്യുന്നത്. അതായത് മൂട്ടുമുറിയല്ല, വലിച്ച മുറി. അപ്പൊ അത് ഉടവിൽ തന്നെ കാണാം. ആ മുറി ഉയർന്നു കാണുകയും മൂട്ടുമുറി താഴ്ന്നു കാണുകയും ചെയ്യുമ്പോൾ പ്രധാന ദേവതയുടെ പ്രാധാന്യം നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ആ ഉപദേവതകളെല്ലാം അതിൻ്റെതായ പ്രാധാന്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെ കുടികൊണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്കുള്ള രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ നാളികേരത്തിൽ കിട്ടിയിട്ടുള്ള രാശി ചിങ്ങരാശിയാണ്. ചിങ്ങരാശിക്ക് നമുക്ക് ദൈവാധീനം മറഞ്ഞിട്ടുണ്ടാന്ന് മാത്രം നോക്കിയാൽ മതി. ചിങ്ങരാശിക്കാകുമ്പോൾ വേഗം 10 കർമ്മസ്ഥാനത്ത് വേഗം ഇടവൻ രാശിയിൽ ഇപ്പൊ 10ാം ഭാവത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത കർമ്മങ്ങൾ നമ്മൾ ഇപ്പൊ ഭരണസമിതി എല്ലാവരും ചേർന്നിട്ട് ആചരിച്ച ഈ തോറ്റമ്പാട്ട് ഉത്സവം അതിന്റെ ഏറ്റവും നല്ല പര്യവസാനത്തിലാണ് എത്തി നിൽക്കുന്നത്. 10 വേഗം. അപ്പൊ കർമ്മത്തിൽ 100% ഉണ്ട് വേഗം. പിന്നെ നമുക്ക് ഇന്നിപ്പോ പുരാണ നക്ഷത്രം ചന്ദ്രന് 1ാമത്തെ ദിവസം ശുക്ലാക്ഷ പ്രഥമം. അപ്പൊ ചന്ദ്രന് ബലം കുറവുമ്പോൾ വിപലാസ കാളി എന്നാണ്. ബലം കുറഞ്ഞ ചന്ദ്രനെ കൊണ്ട് കാളിയെ ചിന്തിക്കും. അപ്പൊ അത് പൂർണ്ണമായും തൃപ്തിയിലാണ് നിൽക്കുന്നത്. ഈ 9ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ വന്നിട്ട് ഇതിന്റെ രാശിയുടെ 12ലോട്ട് നിൽക്കുമ്പോൾ ചെറിയ ചെറിയ അതിർത്തികളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ നമ്മൾ എങ്ങനെ പരിഹരിക്കണം പറഞ്ഞു കേട്ടിട്ടില്ലേ? കുരുതി, വെള്ളരിപ്പാല്, ഊട്ടുപാട്ടുകൾ എന്നിവ പണ്ടുള്ളവർ ഏത് ചെയ്തെന്ന് അറിഞ്ഞിട്ട് ചെയ്തിടൂ. ധർമ്മദൈവം പ്രസാദിപ്പൂ, കുളിർപ്പൂ തറവാടുകൾ എന്നാണ് നിയമം. മനസ്സിലായില്ലേ? അപ്പൊ ആചാരങ്ങൾ, നിത്യനൈമിത്തിക ആചാരങ്ങൾ യഥാവിധി തുടർന്നാൽ ദൈവകോപമൊന്നും ഉണ്ടാവാതെ മംഗളാറ്റുക. അപ്പൊ യഥാവിധി മുമ്പ് തുടർന്നുകൊണ്ടിരുന്ന എന്താണ് പൂജകളിലോ അല്ലെങ്കിൽ ദേവിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വഴിപാടുകളിലോ ഒക്കെ ചെറിയ ചെറിയ ലോപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അപ്പൊ ചെറിയ ലോപങ്ങൾ എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ 14 വർഷമായില്ലേ ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതില് പണ്ട് ഈ പൊങ്കാല സ്ഥിരം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കണ്ണിൽ കണ്ടതാണേ. അപ്പൊ ഈ വർഷം പാട്ട് ഒരു പൊങ്കാലയും കണ്ടില്ല, ഒരു പായസവും കണ്ടില്ല. വലിയ ചെമ്പൂരില് പായസമൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്നു. ദേവിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് എന്തോന്ന്? പായസം, പൊങ്കാല വഴിപാട്. മംഗമാര് വന്ന് ദേവിയുടെ നടയിൽ വന്ന് പൊങ്കാല. അപ്പൊ ഈ തോറ്റം വട്ടം ഒരു പൊങ്കാല ഇവിടെ വന്നില്ല ഇല്ലേ?
ഇല്ല. അല്ലെങ്കിൽ മേൽശാന്തി പറയട്ടെ. ഇല്ല. ഈ വർഷം വന്നിട്ടുണ്ടോ? ഒന്നും വന്നില്ല. അപ്പൊ അത് ദേവിക്ക് ആവശ്യം വേണ്ടേ? അപ്പൊ ആചാരങ്ങൾ നമ്മൾ ആചരിക്കണമെന്നാണ് പറഞ്ഞത്. ആചാരങ്ങൾ ആചരിച്ചാൽ മാത്രമേ പൊങ്കാല കൃത്യമായിട്ട് വിടണ്ടേ. ഉത്സവത്തിന് ഒരു പൊങ്കാല ഉണ്ടാവണം. അത് ഇവിടെ ആചാരം ഞാൻ നേരത്തെ പറഞ്ഞാൽ ആചാരപ്രകാരം അതുണ്ട്, നടത്തിക്കൊണ്ടോ. പക്ഷെ പാട്ട് അല്ല, അതാ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അറിയിച്ചിട്ടല്ല, ആൾക്കാർ അറിഞ്ഞിടുന്നതാണ്. ഇവിടെ നിത്യപങ്കാളുടെ ഇതിപ്പോ ഞാൻ ഇതില് പറഞ്ഞതാണ്. ഒഴിവ് നോക്കി പറയുന്നത്. അപ്പൊ ഇത് ഉണ്ടായിരുന്നു, ഇവിടെ എല്ലാവർക്കും അറിയാം, ഞാനും കണ്ടിട്ടുണ്ട്. ചെറിയ ചെറിയ ലോപങ്ങൾ. അപ്പൊ അത് നമുക്ക് വരും കാലങ്ങളിൽ വീണ്ടും അത് കണ്ടിന്യൂ എന്നാണ്, തുടർന്നുകൊണ്ട് പോണം. കലംപൂജ എന്നാണ് ഈ പാട്ട് നടക്കുമ്പോൾ നിർബന്ധം, പൊങ്കാല. അപ്പൊ അത് ഇനി നമ്മള് മേലില് പിഴവുകളല്ല, പറ്റിയില്ല, ആരുമേ വന്നില്ല എന്ന് പറയുമ്പോ അവര് ദുഃഖം ഉണ്ടാവൂലേ. തീർച്ചയായും അത് പരിഹരിക്കുക. അത് പരിഹരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഐശ്വര്യമായിരുന്നു, സമ്പൂർണ്ണ ഐശ്വര്യം. ഇന്നലെ തന്നെ അറിയാം, ഇന്നലെ നമ്മളിവിടെ തോറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മഴ, ആ സമയം നോക്കിക്കൊള്ളണം. ആ ദീപാരാധന അടച്ചപ്പോൾ മാത്രം. അത് കഴിഞ്ഞാൽ മഴയൊന്നുമില്ല. അതേപോലെ തൃക്കല്യാണം ചടങ്ങുകളെല്ലാം പൂർവാധികം ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. പരിപൂർണ തൃപ്തിയാണ്. ആദ്യമേ നാളികേരത്തിന്റെ ഉടവും പരിപൂർണ തൃപ്തിയാണ്. അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ട് നടന്നിട്ടുണ്ട്. ഈ കുറവുകളുള്ളത് നമ്മൾ പരിഹരിക്കുക, മുന്നോട്ട് പോവുക. ഇനിയെങ്കിലും വരും ദിവസങ്ങളിൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാപ്പൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തിൽ വളരെ ബുദ്ധിമുട്ടി, തിരുവനിക്ക് അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നിശ്ചിതമായ ദിവസം ഉറപ്പിക്കണം. ഇന്ന് 8, അടുത്ത 12, അടുത്ത 11 ഇങ്ങനെ തെന്നി പോകുമ്പോ എന്ത് പറ്റും? ഇതിലും ലോപം വരും. നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ. 8 ദിവസം പാടുമ്പോൾ ആ പരിധിയിലല്ലേ നിൽക്കാൻ പറ്റൂ. അപ്പൊ ഒരു നിശ്ചിതമായ ദിവസം തീരുമാനിക്കുക, ഭരണസമിതിയും എല്ലാവരും കുടുംബക്കാരും ചേർന്നിട്ട്. അപ്പൊ അത് പിന്നീട് ഒരിക്കലും തെറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകും. ഇത്ര ദിവസം പാട്ട് എന്നുള്ളത് അത് കൺഫേം ആക്കി വെക്കണം. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ 8 ദിവസം പാടി, അപ്പൊ 8 ദിവസം പാടണമല്ലോ പോലെയല്ല. 11 ദിവസം ആകുമ്പോ എന്ത് ചെയ്യും? കുറെ കൂടെ. അപ്പൊ അതൊന്നും ഈ 8 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അത് ലോകമാണ്. നമ്മളിത് നടത്തണത്തിനാണ് ദേവന്റെ ചൈതന്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയില്ലേ ചെയ്യുന്നത്. അപ്പൊ അത് അത്രയെങ്കിലും കൃത്യമായിട്ട് കിട്ടുക. നിശ്ചിതമായ ദിവസം ഇനിയെങ്കിലും അത് തീരുമാനിക്കുക. അത് ദേവിയുടെ ഒരു ചൊല്ലാട്ട് കരുതി അതിനെ സ്വീകരിച്ച് നിങ്ങൾ ഇനി മുന്നോട്ട് പോവുക. അപ്പൊ ഇതിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്നുമില്ല. തിരുവനിക്ക് ഒന്നും പറയാനില്ല. അപ്പൊ ഇനി നമ്മൾ പിണിപ്പാട്ട് പാടി അത് കഴിഞ്ഞാൽ ഗുരുതിയോടുകൂടി ഈ ആണ്ടിലെ പാട്ടുത്സവം അവസാനിക്കും. ഇനി അടുത്ത ദേവിയുടെ നാളെ ഉത്സവം വരും. അപ്പൊ എല്ലാം മംഗളായിട്ട് നടക്കട്ടെ എന്ന് ദേവിനാമത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന. മന്ദാരം തിരുമോടിരങ്ങീനും ആനന്ദം ഭവിച്ചൊരു ആവത്തു തീരുമാഞ്ചാർക്കുന്ന തിരുനെറ്റി കണ്ണീരും ആനന്ദം ഭവിച്ചൊരു ആവത്തു തീരുവാരി ആനന്ദം ഭവിച്ചോരു ആവത്തു തീരുവാരില്ലേ കണ്ണുകൾ തന്നീലും ആനന്ദം ഭവിച്ചോരു ആവത്തു തീരുക കുന്തളങ്ങൾ ധരിക്കുന്ന ഉഷകാറുകൾ തന്നീലും ആനന്ദം ഭവിച്ചോരു ആവത്തു തീരുക കണ്ണാടി വടിയൊത്ത തമിഴ് താടം തന്നീലും
ആനന്ദം ഭവിച്ചൊരു ആപത്തു തീരുവായോടുന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു തീരുവാഴമൊത്ത ചുണ്ടഴകു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു തീരുവാനരിയൊത്ത പല്ലഴകു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു തീരുവാനാരായണം ജപിക്കും കഴകു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു വിളിക്കുന്ന കുരനൊച്ചവന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു ആഭരണം ധരിക്കുന്ന കഴുത്തു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു വലന്തോളും ആനന്ദം ഭവിച്ചൊരു ആപത്തു ഇടം തോടു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു സന്താനം കാത്തുന്ന തിരുനെഞ്ചു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു വടിവൊത്ത മുലത്താടം തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു വടിവൊത്ത അണിവായ തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു പൂവൊത്ത പൊക്കിളഴകു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു കുത്തേ ഉടുക്കുന്ന ചായലഴകു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു കുടിക്കുന്ന കുടരണ്ടു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു ചിരട്ടാവടിവൊത്ത തിരുമുട്ടുകൾ തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു കാലൊത്ത കണങ്കാലുകൾ തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു ചിലമ്പെട്ടു കളിക്കുന്ന പുറങ്കാലുകൾ തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു വടിവൊത്ത വിരൽ വത്തു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു തുമ്പാമലരൊത്ത നഖം പത്തു തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു ഭൂമിക്കു മരിക്കാത്ത ഉള്ളങ്കാൽ തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു ഭൂമിയെ നടക്കുന്ന പൂക്കോട്ടികൾ തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു നല്ലോ കുടിയോളം തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു മുടിയൊന്നല്ലോ അമ്മേ അടിയോളം തന്നേലും ആനന്ദം ഭവിച്ചൊരു ആപത്തു
കുളിരോഗ വാഴുക വന്ദാനം വാഴുക മന്ദാരം തീർക്കാപ്പിണി തീരുക. ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്നേ ആദിയായി നടന്ന ധൂമേ ഭൈരവനാകുന്നേ